തെളിഞ്ഞ രാത്രികാല ആകാശത്ത് കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ നോക്കി നിങ്ങളുടെ ജന്മനക്ഷത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ? അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പ്രപഞ്ചസ്ഥിതി. അവയിൽ ഉൾപ്പെട്ട ഉപനക്ഷത്രങ്ങൾ. ആധുനിക ജ്യോതിശാസ്ത്രപ്രകാരം അവ എങ്ങനെ അറിയപ്പെടുന്നു? അവയുടെ പ്രത്യേകതകൾ, രൂപങ്ങൾ എല്ലാം ഇവിടെ മനസ്സിലാക്കാം. അവയിൽ ചിലതു നീല നിറമുള്ള ചെറുപ്പക്കാരാണ്, ചിലതു ചുവപ്പു നിറമുള്ള വൃദ്ധരാണ്. നമ്മുടെ തിരുവാതിര നക്ഷത്രം മരണം അടുത്ത വലിയൊരു ചുവന്ന വൃദ്ധനക്ഷത്രമാണ്. മിക്കവരും നമ്മുടെ സൂര്യനേക്കാൾ പലമടങ്ങ് വലിപ്പമേറിയവരും ആണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും പല പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പ്രകാശം. ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ജന്മനക്ഷത്രങ്ങൾ എത്ര ദൂരെയാണെന്നു ഭാവന ചെയ്തു നോക്കാമോ? നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ഭാഗം ശ്രദ്ധയോടെ കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്കു കടക്കുന്നു. നക്ഷത്രത്തെ പരിചയപ്പെടാം എന്ന ഈ വീഡിയോ സീരീസിലേക്ക് താങ്കൾക്കു സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന നക്ഷത്രം അശ്വതി. നമ്മുടെ അശ്വതി വാനശാസ്ത്രപ്രകാരം ബീറ്റ ഏരിയറ്റിസ് എന്നറിയപ്പെടുന്ന നക്ഷത്രമാണ്. ഷെറാട്ടൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏരീസ് നക്ഷത്ര സമൂഹത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത്. ഏരീസ് എന്നാൽ കൊമ്പുകൾ എന്നാണർത്ഥം. 2 കൊമ്പുള്ള ആടിന്റെ രൂപം. തെളിഞ്ഞ ആകാശത്തു നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന അശ്വതി ഭൂമിയിൽ നിന്നും 59 പ്രകാശവർഷം അകലെയാണുള്ളത്. ഇതൊരു ബൈനറി നക്ഷത്രമാണ്, അതായത് മറ്റൊരു നക്ഷത്രവുമായി ചേർന്ന് ജോഡിയായി കറങ്ങുന്നു. ശാസ്ത്രലോകത്തിന് പല പരീക്ഷണങ്ങൾക്കും ബൈനറി നക്ഷത്രങ്ങൾ ഉപകരിക്കുന്നു. തെളിഞ്ഞ ആകാശമുള്ളപ്പോൾ ആകാശത്തെ നോക്കി അശ്വതിയെ കണ്ടെത്താൻ ശ്രമിക്കൂ. വിസിബിലിറ്റി ചാർട്ട് ഇവിടെ കൊടുക്കുന്നു. ഭരണി നക്ഷത്രത്തെ പരിചയപ്പെടാം. അശ്വതി നക്ഷത്രത്തെ പോലെ ഇതും ഏരീസ് കോൺസ്റ്റലേഷനിൽപ്പെട്ടതാണ്. ഭരണി നക്ഷത്രം എന്നത് 3 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതും 41 എറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് ഭൂമിയിൽ നിന്നും 166 പ്രകാശവർഷം അകലെയാണ്. അടുത്ത നക്ഷത്രം 39 എറൈറ്റിസ് എന്ന് അറിയപ്പെടുന്നു. ഇത് ഭൂമിയിൽ നിന്നും 172 പ്രകാശവർഷം അകലെയാണുള്ളത്. മൂന്നാമത്തേതിനെ 35 എറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് ഭൂമിയിൽ നിന്നും 343 പ്രകാശവർഷം അകലെയാണ്. ദൂരം വളരെ കൂടുതലാണെങ്കിലും വിസിബിലിറ്റി ഇൻഡെക്സ് ഉള്ളതിനാൽ തെളിഞ്ഞ ആകാശത്തു നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ആടിന്റെ രൂപത്തിന്റെ വാലറ്റത്തുള്ള നക്ഷത്രങ്ങളാണിത്. വിസിബിലിറ്റി ചാർട്ട് ഉപയോഗിച്ച് ഭരണി നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക. ടോറസ് എന്ന ഇംഗ്ലീഷ് പേരുള്ള, അതായത് കാളയുടെ രൂപമുള്ള നക്ഷത്രസമൂഹത്തിലാണ് നമ്മുടെ കാർത്തിക ഉള്ളത്. കാളയുടെ വയർ ഭാഗമായാണിത് കാണുന്നത്. ആധുനിക ശാസ്ത്രലോകം അതിനെ പ്ലീഡിസ് എന്ന് വിളിക്കുന്നു. 7 നക്ഷത്രങ്ങളുടെ ഒരു ചെറു നക്ഷത്രക്കൂട്ടമാണിത്. അതുകൊണ്ട് 7 സിസ്റ്റേഴ്സ് എന്ന ഓമനപ്പേരിലും ഇതിനെ വിളിക്കാറുണ്ട്. നീലപ്രകാശത്തിന്റെ തീവ്രത കൂടിയ കാർത്തിക ഭൂമിയിൽ നിന്നും 444 പ്രകാശവർഷം അകലെയാണുള്ളത്. അതായത് 444 വർഷം മുൻപ് അവിടെ നിന്നും യാത്ര തിരിച്ച പ്രകാശത്തെയാണ് നാം നോക്കുമ്പോൾ കാണുന്നത്. ചെറു നക്ഷത്രക്കൂട്ടങ്ങളിൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള കണത്തിൽപ്പെട്ടതാണിത്. തെളിഞ്ഞ വടക്കുപടിഞ്ഞാറൻ ആകാശത്തു നമുക്ക് ഇവളെ കാണാൻ സാധിക്കും. വിസിബിലിറ്റി ചാർട്ട് നോക്കി കാർത്തിക നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക. മകയിരം നക്ഷത്രത്തെ പരിചയപ്പെടാം. ഓറിയോൺ നക്ഷത്രക്കൂട്ടത്തിൽപ്പെട്ട 2 നക്ഷത്രങ്ങളാണ് നമ്മുടെ മകയിരം. വില്ലുകുലിച്ചു നിൽക്കുന്ന ഒരു വേട്ടക്കാരന്റെ രൂപവുമായി സാമ്യമുള്ള ഈ കൂട്ടത്തെ നാം മലയാളികൾ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നു. തെളിഞ്ഞ ആകാശത്തു വ്യക്തമായി കാണാൻ പറ്റുന്നതാണ് ഓറിയോൺ അഥവാ വേട്ടക്കാരനെ. ഈ വേട്ടക്കാരന്റെ തലഭാഗമായി കാണുന്ന
രണ്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ മകയിരം. അവ ലാംഡ ഓറിയോണിസ്, ഫൈ ഓറിയോണിസ് എന്ന് അറിയപ്പെടുന്നു. ലാംഡ ഓറിയോണിസ് ഭൂമിയിൽ നിന്നും 1124 പ്രകാശവർഷം അകലെയാണ്. ഫൈ ഓറിയോണിസ് ഭൂമിയിൽ നിന്നും 1087 പ്രകാശവർഷം അകലെയാണ്. ഇതൊരു ബൈനറി ജോഡിയാണ്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു വിസിബിലിറ്റി ചാർട്ട് നോക്കി മകയിരം നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക. തിരുവാതിര നക്ഷത്രത്തെ പരിചയപ്പെടാം. മലയാളികളുടെ ഓമനയായ തിരുവാതിര നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാളും 640 ഇരട്ടി വലുപ്പമുള്ള ചുവന്ന പ്രകാശം വമിക്കുന്ന എം ടൈപ്പിൽപ്പെട്ട ഭീമാകാരമായ ഒരു നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 600 പ്രകാശവർഷം അകലെയാണിവളുള്ളത്. മകയിരം നക്ഷത്രത്തെ പോലെ തന്നെ തിരുവാതിര നക്ഷത്രവും ഓറിയോൺ അഥവാ വേട്ടക്കാരൻ എന്ന നക്ഷത്രകൂട്ടത്തിലാണുള്ളത്. വേട്ടക്കാരന്റെ തോൾ ഭാഗമായാണ് ഇത് കാണുന്നത്. ആധുനിക ശാസ്ത്രം ഇതിനെ ബെറ്റൽ ഗ്യൂസ് എന്ന് വിളിക്കുന്നു. പ്രകാശ തീവ്രത പ്രകാരം ഇത് ഈ കൂട്ടത്തിൽ രണ്ടാമതും രാത്രി ആകാശത്തു 10ാം സ്ഥാനത്തും ആണുള്ളത്. വാനശാസ്ത്ര കണക്കനുസരിച്ചു ഇത് ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിയാൽ മരണം കാത്തു കഴിയുന്ന ഒരു വൃദ്ധ നക്ഷത്രമാണ്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി പുണർദം നക്ഷത്രത്തെ പരിചയപ്പെടാം. ഗ്രീക്ക് പുരാണങ്ങളിൽ പരാമർശമുള്ള ഇരട്ട ദൈവങ്ങളാണ് പോളക്സും കാസ്റ്ററും. ജെമിനി നക്ഷത്രഗണത്തിൽ ഈ പേരുള്ള 2 നക്ഷത്രങ്ങൾ ഉണ്ട്. അവയാണ് നമ്മുടെ പുണർദം നക്ഷത്രം. രണ്ടുപേർ തമ്മിൽ കൈ കോർത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ജെമിനി ഗണത്തിൽ, അതായത് നമ്മുടെ മിഥുനത്തിൽ തലഭാഗം രൂപപ്പെടുത്തുന്ന നക്ഷത്രമാണ് ഇവ രണ്ടും. പോളക്സ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രകാശമുള്ളതാണ്. ഭൂമിയിൽ നിന്നും 34 പ്രകാശവർഷം അകലെയാണ്. കാസ്റ്റർ പ്രകാശ തീവ്രതയിൽ ഈ കൂട്ടത്തിലെ രണ്ടാമനാണ്. ഭൂമിയിൽ നിന്നും 51 പ്രകാശവർഷം അകലെയാണ്. ഇത് 3 ചെറുജോഡികൾ ചേർന്നതെങ്കിലും ഭൂമിയിൽ നിന്നും നോക്കിയാൽ ഒരു നക്ഷത്രമായാണ് കാണുന്നത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി പുണർദം നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. പൂയം നക്ഷത്രത്തെ പരിചയപ്പെടാം. കാൻസർ നക്ഷത്രഗണം, അതായത് നമ്മുടെ കർക്കിടകം രാശിയിൽ ഉള്ള 3 നക്ഷത്രങ്ങളെയാണ് നാം പൂയം എന്ന് വിളിക്കുന്നത്. അവ ഗാമ ക്യാൻക്രി, ഡെൽറ്റ ക്യാൻക്രി, തീറ്റ ക്യാൻക്രി എന്നറിയപ്പെടുന്നു. ഗാമ ക്യാൻക്രി ഭൂമിയിൽ നിന്നും 181 പ്രകാശവർഷം അകലെയാണുള്ളത്. ഡെൽറ്റ ക്യാൻക്രി ഭൂമിയിൽ നിന്നും 180 പ്രകാശവർഷം അകലെയാണുള്ളത്. ഇതൊരു ബൈനറി നക്ഷത്രമാണ്. തീറ്റ ക്യാൻക്രി ഭൂമിയിൽ നിന്നും 450 പ്രകാശവർഷം അകലെയാണുള്ളത്. തീരെ മങ്ങിയ പ്രകാശത്തിൽ കാണപ്പെടുന്നവയാണിവയെങ്കിലും രാത്രിയാകാശത്തു നോക്കി ഒരു ഞണ്ടിന്റെ രൂപത്തിൽ വിന്യാസമുള്ള കൂട്ടത്തിൽ ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുക. ന്റെ രൂപത്തിൽ ആകാശത്തു കാണുന്ന നക്ഷത്രക്കൂട്ടമാണ് ഹൈഡ്രേ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ സർപ്പത്തിന്റെ ഫണം രൂപപ്പെടുത്തുന്ന 5 നക്ഷത്രങ്ങളെയാണ് നാം ആയില്യം എന്ന് വിളിക്കുന്നത്. ഈറ്റ ഹൈഡ്രേ, സിഗ്മ ഹൈഡ്രേ, ഡെൽറ്റ ഹൈഡ്രേ, എപ്സിലോൺ ഹൈഡ്രേ, റോ ഹൈഡ്രേ എന്നിവ ചേർന്നതാണ് അത്. ഈറ്റ ഹൈഡ്രേ 586 പ്രകാശവർഷം അകലെയാണുള്ളത്. സിഗ്മ ഹൈഡ്രേ 372 പ്രകാശവർഷം അകലെയാണുള്ളത്. ഡെൽറ്റ ഹൈഡ്രേ 160 പ്രകാശവർഷം അകലെയാണുള്ളത്. എപ്സിലോൺ ഹൈഡ്രേ 129 പ്രകാശവർഷം അകലെയാണുള്ളത്. റോ ഹൈഡ്രേ 354 പ്രകാശവർഷം അകലെയാണുള്ളത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി ആയില്യം നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക. മകം നക്ഷത്രത്തെ പരിചയപ്പെടാം. നമ്മുടെ ചിങ്ങം രാശിയെ ഇംഗ്ലീഷുകാർ ലിയോ എന്ന് വിളിക്കുന്നു. ഈ ഗണത്തിൽ പെട്ട ഒരു നക്ഷത്രമാണ് മകം. ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ആകാശത്തു വിന്യാസമുള്ള ഈ കൂട്ടത്തിൽ റെഗുലസ് എന്ന് വിളിക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ മകം. ലിയോ കൂട്ടത്തിൽ ഏറ്റവും തെളിമയുള്ള നക്ഷത്രമാണിത്. ഭൂമിയിൽ നിന്നും 79 പ്രകാശവർഷം അകലെയാണിതുള്ളത്. ഒറ്റ നക്ഷത്രമായാണിത് നമുക്ക് തോന്നുന്നതെങ്കിലും 4 നക്ഷത്രങ്ങൾ 2 ചെറുജോടിയായി വളരെ അടുത്ത് കൂടി നിൽക്കുന്ന ഒരു ചെറുകൂട്ടമാണിത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി സിംഹരൂപത്തിന്റെ മുൻകാലുകളുടെ ഭാഗത്തായി മകം നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. പൂരം നക്ഷത്രത്തെ പരിചയപ്പെടാം. മകം നക്ഷത്രത്തെ പോലെ തന്നെ ചിങ്ങം രാശി ഗണത്തിൽപ്പെട്ട 2 നക്ഷത്രങ്ങളാണ് നമ്മുടെ പൂരം എന്നറിയപ്പെടുന്നത്. ഒരു സിംഹത്തിന്റെ രൂപത്തിൽ ആകാശത്ത് വിന്യാസമുള്ള ഈ കൂട്ടത്തിൽ അതിന്റെ പുറകുവശം ഉള്ള നക്ഷത്രങ്ങളാണിത്. സോസ്മ അഥവാ ഡെൽറ്റ ലിയോണിസ്,
ചേർട്ടാൻ അഥവാ തീറ്റ് ലിയോണിസ് എന്നീ 2 നക്ഷത്രങ്ങളാണിവ. സോസ്മ ഭൂമിയിൽ നിന്നും 58 പ്രകാശവർഷം അകലെയാണ്. ചേർട്ടാൻ ഭൂമിയിൽ നിന്നും 165 പ്രകാശവർഷം അകലെയാണ്. തെളിഞ്ഞ രാത്രികാല ആകാശത്ത് നോക്കി പൂരം നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്രം നക്ഷത്രത്തെ പരിചയപ്പെടാം. പൂരം നക്ഷത്രത്തെ പോലെ തന്നെ ഇതും ലിയോ നക്ഷത്രഗണം, അതായത് നമ്മുടെ ചിങ്ങം രാശിയിലാണുള്ളത്. ആധുനിക ശാസ്ത്രം ഇതിനെ ഡിനെബോള എന്ന് വിളിക്കുന്നു. പ്രകാശ തീവ്രതയുടെ കണക്കിൽ ഇത് ലിയോ കൂട്ടത്തിലെ 2ാമനാണ്. ഭൂമിയിൽ നിന്നും 36 പ്രകാശവർഷം അകലെയുള്ള ഇത് നമ്മുടെ സൂര്യനേക്കാൾ വലുതും 15 ഇരട്ടി പ്രകാശമേറിയതുമാണ്. പ്രായം നോക്കിയാൽ ഇത് നക്ഷത്രക്കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. തെളിഞ്ഞ രാത്രിയിൽ സിംഹരൂപത്തിൽ വിന്യാസമുള്ള കൂട്ടത്തിൽ സിംഹത്തിന്റെ വാലറ്റത്തായി കാണുന്ന ഈ നക്ഷത്രത്തെ കാണാൻ ശ്രമിക്കുക. അത്തം നക്ഷത്രത്തെ പരിചയപ്പെടാം. കോർവസ് എന്ന ലാറ്റിൻ പേരിന്റെ അർത്ഥം കാക്ക എന്നാണ്. ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുനക്ഷത്രക്കൂട്ടത്തെ നാം മലയാളികൾ അത്തകാക്ക എന്ന് വിളിക്കുന്നു. ഒരു കാക്കയുടെ രൂപവിന്യാസമുള്ള ഈ 5 നക്ഷത്രങ്ങളെയാണ് അത്തം എന്ന് വിളിക്കുന്നത്. ജീനെ എന്നുകൂടി അറിയപ്പെടുന്ന ഗാമ കോർവിയാണ് ഇതിലെ തിളക്കം കൂടിയ നീല നക്ഷത്രം. ഭൂമിയിൽ നിന്നും 154 പ്രകാശവർഷം അകലെയാണ്. സൂര്യനേക്കാൾ വളരെ വലുതാണിത്. അൽഗൊരാബ് എന്ന് വിളിക്കുന്ന 2ാമൻ ഭൂമിയിൽ നിന്നും 87 പ്രകാശവർഷം അകലെയാണുള്ളത്. 3ാമൻ ക്രാസ് എന്ന ബീറ്റ കോർവിയാണ്. ഭൂമിയിൽ നിന്നും 146 പ്രകാശവർഷം അകലെയാണ്. മിൻഗാർ എന്ന എപ്സിലോൺ കോർവിയാണ് 4ാമൻ. ഈ ചുവന്ന ഭീമൻ ഭൂമിയിൽ നിന്നും 318 പ്രകാശവർഷം അകലെ. 5ാമനെ ആൽച്ചിബ് എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 49 പ്രകാശവർഷം അകലെയാണ്. ചിത്തിര നക്ഷത്രത്തെ പരിചയപ്പെടാം. ഒരു കന്യകയുടെ രൂപത്തിൽ വിന്യാസമുള്ള നക്ഷത്രക്കൂട്ടത്തെ ഇംഗ്ലീഷുകാർ വിർഗോ എന്നും നമ്മൾ കന്നി എന്നും വിളിക്കുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട സ്പിക്ക എന്ന നക്ഷത്രമാണ് നമ്മുടെ ചിത്തിര. കന്യകയുടെ ഇടത്തെ കൈപ്പത്തിയുടെ സ്ഥാനത്താണിതുള്ളത്. പ്രകാശതീവ്രതയുടെ കാര്യത്തിൽ ഇത് കൂട്ടത്തിലെ ഏറ്റവും പ്രകാശമേറിയതും രാത്രി ആകാശത്തു 20ാം സ്ഥാനത്തുമാണ്. ഭീമാകാരമായ ഒരു നീല നക്ഷത്രമാണിത്. ഭൂമിയിൽ നിന്നും 250 പ്രകാശവർഷം അകലെയുള്ള സ്പിക്ക അഥവാ ചിത്തിരയെ രാത്രിയാകാശത്തു നോക്കി കണ്ടെത്താൻ ശ്രമിക്കുക. ചോതി നക്ഷത്രത്തെ പരിചയപ്പെടാം. ഉത്തരാർദ്ധ ഖഗോളത്തിലെ ഒരു നക്ഷത്രരാശിയാണ് അവോ പുരുഷൻ അഥവാ ബോഒട്ടീസ്. രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ പ്രഭ കൊണ്ട് 4ാം സ്ഥാനത്തുള്ളതും ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും പ്രകാശമേറിയതുമായ ചോതി ഈ നക്ഷത്രരാശിയിലാണ്. ഒരു ചുവന്ന ഭീമാകാരനായ ഇതിനെ ഇംഗ്ലീഷുകാർ അർക്കസ് എന്ന് വിളിക്കുന്നു. ചോതി ഭൂമിയിൽ നിന്നും 37 പ്രകാശവർഷം അകലെയാണ്. രാത്രിയാകാശത്തു നോക്കി ചോതി നക്ഷത്രത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. വിശാഖം നക്ഷത്രത്തെ പരിചയപ്പെടാം. ഒരു തുലാസിന്റെ രൂപവിന്യാസമുള്ള നക്ഷത്രഗണത്തെ ഇംഗ്ലീഷുകാർ ലിബ്ര എന്നും നാം തുലാം എന്നും വിളിക്കുന്നു. ഇതിൽപ്പെട്ട 4 നക്ഷത്രങ്ങളാണ് നമ്മുടെ വിശാഖം. തുലാസിന്റെ മധ്യഭാഗ മുകളിലുള്ളതിനെ ആൽഫ ലിബ്രെ എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്നും 76 പ്രകാശവർഷം അകലെയാണിതുള്ളത്. ഇടതുഭാഗം മുകളിലുള്ള 2ാമനെ ബീറ്റ് ലിബ്രെ എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്നും 185 പ്രകാശവർഷം അകലെയാണ്. തുലാസിന്റെ ഇടത്തെ തട്ടിന്റെ സ്ഥാനം വിശാഖത്തിലെ 3ാമനായ ഗാമ ലിബ്രയുടേതാണ്. ഭൂമിയിൽ നിന്നും 163 പ്രകാശവർഷം അകലെ നിൽക്കുന്നു. തുലാസിന്റെ മധ്യദണ്ഡു ഭാഗത്തുള്ള 4ാമനെ അയോട്ട ലിബ്രെ എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിൽ നിന്നും 380 പ്രകാശവർഷം അകലെ. തെളിഞ്ഞ രാത്രികാല ആകാശത്ത് നോക്കി നമ്മുടെ വിശാഖമായ ഈ 4 നക്ഷത്രങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. അനിഴം നക്ഷത്രത്തെ പരിചയപ്പെടാം. നമ്മുടെ അനിഴം നക്ഷത്രത്തെ സംസ്കൃതത്തിൽ അനുരാധ എന്നറിയപ്പെടുന്നു. ഒരു തേളിന്റെ രൂപത്തിൽ വിന്യാസമുള്ള നക്ഷത്രഗണത്തെ നാം വൃശ്ചികം എന്ന് വിളിക്കുന്നു. ഇതിൽപ്പെട്ട 3 നക്ഷത്രങ്ങളാണ് അനിഴം. തേളിന്റെ തലഭാഗത്തുള്ള 3 കൊമ്പുകൾ രൂപപ്പെടുത്തുന്ന ഇവയിൽ 1ാമനെ അക്രബ് എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്നും 404 പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ബൈനറി സ്റ്റാർ ആണ്. 2ാമനെ ഡിസ്റ്റുബ്ബ എന്ന് വിളിക്കുന്നു. 491 പ്രകാശവർഷം അകലെയുള്ള ഇതും ഒരു ബൈനറി സ്റ്റാർ ആണ്.
പൈ സ്കോർപി എന്ന മൂന്നാമൻ 585 പ്രകാശവർഷം അകലെയാണുള്ളത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി തേൽ രൂപം കണ്ടെത്തി ഈ അനിഴം നക്ഷത്രങ്ങളെ കാണാൻ ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രത്തെ പരിചയപ്പെടാം. തേളിന്റെ രൂപമുള്ള വൃശ്ചികം രാശിയിൽ അനിഴം നക്ഷത്രത്തെ കൂടാതെയുള്ള മറ്റു 3 നക്ഷത്രങ്ങളാണ് തൃക്കേട്ട എന്നറിയപ്പെടുന്നത്. തേളിന്റെ തലഭാഗത്തായി കാണുന്ന അൻഡരീസ് എന്ന സ്റ്റാർ ആണ് ഇതിൽ പ്രധാനി. സൂര്യന്റെ ഏകദേശം 400 മടങ്ങ് വ്യാസവും 10,000-ഓളം മടങ്ങ് ദീപ്തിയുമുള്ള ഈ നക്ഷത്രം ഭൂമിയിൽ നിന്ന് ഏകദേശം 554 പ്രകാശവർഷം അകലെയായി സ്ഥിതിചെയ്യുന്നു. വൃശ്ചികം രാശിയിലെ ഏറ്റവും ദീപ്തിയുള്ള ഒരു ചുവന്ന സ്റ്റാർ ആണിത്. നഗ്നനേത്രങ്ങളാൽ വളരെ വ്യക്തമായി ഈ നക്ഷത്രത്തെ കാണാൻ കഴിയും. അതിനടുത്തായി കാണപ്പെടുന്നതും ഭൂമിയിൽ നിന്നും 697 പ്രകാശവർഷം അകലെയുള്ളതുമായ സിഗ്മ സ്കോർപി ആണ് രണ്ടാമൻ. മൂന്നാമനെ തൗ സ്കോർപി എന്ന് വിളിക്കുന്നു. 474 പ്രകാശവർഷം അകലെ സ്ഥിതിചെയ്യുന്നു. തെളിഞ്ഞ രാത്രികാല ആകാശത്തു തേൾ രൂപത്തിന്റെ തലഭാഗത്തായി ഈ 3 തൃക്കേട്ട നക്ഷത്രക്കൂട്ടത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. മൂലം നക്ഷത്രത്തെ പരിചയപ്പെടാം. അനിഴം, കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട തേളിന്റെ രൂപവിന്യാസമുള്ള സ്കോർപിസ് എന്ന നക്ഷത്രഗണത്തിലാണ് നമ്മുടെ മൂലം നക്ഷത്രമുള്ളത്. തേളിന്റെ വാൽഭാഗം രൂപപ്പെടുന്ന 9 നക്ഷത്രങ്ങൾ ചേർന്നതാണിത്. ഒന്നാമൻ എപ്സിലോൺ സ്കോർപി 64 പ്രകാശവർഷം അകലെ. രണ്ടാമൻ ന്യൂ സ്കോർപി 474 പ്രകാശവർഷം അകലെ. മൂന്നാമൻ സീറ്റ സ്കോർപി 132 പ്രകാശവർഷം അകലെ. നാലാമൻ ഈറ്റ സ്കോർപി 73 പ്രകാശവർഷം അകലെ. അഞ്ചാമൻ തീറ്റ സ്കോർപി എന്ന സർഗസ് 300 പ്രകാശവർഷം അകലെ. ആറാമൻ അയോട്ട സ്കോർപി മഞ്ഞനിറത്തിലുള്ള ഭീമൻ സ്റ്റാർ 1930 പ്രകാശവർഷം അകലെ. ഏഴാമൻ കാപ്പ സ്കോർപി 483 പ്രകാശവർഷം അകലെ. എട്ടാമൻ ഷൗള എന്നറിയപ്പെടുന്ന ലാംഡ സ്കോർപി 571 പ്രകാശവർഷം അകലെ. ഒൻപതാമൻ ലെസത് എന്ന് വിളിക്കുന്ന ആപ്സിലോൺ സ്കോർപി 576 പ്രകാശവർഷം അകലെയുള്ള ഇതാണ് തേളിന്റെ വാലറ്റം. പൂരാടം നക്ഷത്രത്തെ പരിചയപ്പെടാം. കുതിരയുടെ ശരീരവും മനുഷ്യമുഖവുമുള്ള ധനുസ് പിടിച്ചു നിൽക്കുന്ന ദേവന്റെ രൂപത്തിൽ വിന്യാസമുള്ള സാഗിറ്റാരിസ് നക്ഷത്ര സമൂഹത്തെ നാം ധനു എന്ന് വിളിക്കുന്നു. ഇതിൽപ്പെട്ട 2 നക്ഷത്രങ്ങളാണ് നമ്മുടെ പൂരാടം. ഡെൽറ്റ സാഗിറ്റാരി അഥവാ കൗസ്മേഡിയ എന്ന ഒന്നാമൻ 348 പ്രകാശവർഷം അകലെയാണ്. രണ്ടാമനെ എപ്സിലോൺ സാഗിറ്റാരി അഥവാ കൗസ് ആസ്ട്രേലി എന്ന് വിളിക്കുന്നു. 143 പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ബൈനറി സ്റ്റാർ ആണ്. വില്ലിന്റെ ഭാഗത്തായി കാണുന്ന ഈ നക്ഷത്രത്തെ രാത്രി ആകാശത്ത് കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്രാടം നക്ഷത്രത്തെ പരിചയപ്പെടാം. പൂരാടം നക്ഷത്രത്തെ പോലെ സാഗിറ്റാരിസ് അതായത് ധനുരാശിയിൽപ്പെട്ട 2 നക്ഷത്രങ്ങളാണ് നമ്മുടെ ഉത്രാടം എന്നറിയപ്പെടുന്നത്. ഒന്നാമനെ നുൻകി അഥവാ സിഗ്മ സാഗിറ്റാരി എന്ന് വിളിക്കുന്നു. 228 പ്രകാശവർഷം അകലെയുള്ള ഇത് ഈ കൂട്ടത്തിൽ ദീപ്തിയിൽ രണ്ടാമനാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് വ്യക്തമായി കാണാനാവും. രണ്ടാമനെ സീറ്റ സാഗിറ്റാരി അഥവാ അസെല്ല എന്ന് വിളിക്കുന്നു. ദീപ്തിയിൽ ഈ കൂട്ടത്തിലെ മൂന്നാമനാണ്. 88 പ്രകാശവർഷം അകലെയുള്ള ഇത് ഒരു ട്രിപ്പിൾ സ്റ്റാർ ആണ്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി വില്ലാളി കുതിരയുടെ വിന്യാസമുള്ള നക്ഷത്രക്കൂട്ടത്തിൽ മധ്യഭാഗത്തായി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക. തിരുവോണം നക്ഷത്രത്തെ പരിചയപ്പെടാം. മകരം അഥവാ കാപ്രികോൺ രാശിയിലാണ് നമ്മുടെ തിരുവോണം ഉള്ളത്. ഗരുഡന്റെ രൂപവിന്യാസമുള്ളതും അക്വിലെ എന്നും വിളിപ്പേരുള്ള നക്ഷത്രക്കൂട്ടത്തിലെ ആൽഫ, ബീറ്റ, ഗാമ, അക്വിലെ എന്ന 3 നക്ഷത്രങ്ങളാണ് നമ്മുടെ തിരുവോണം. ഇതിൽ ആൽഫ എന്ന ആൾട്ടയർ 17 പ്രകാശവർഷം അകലെയാണ്. ഭ്രമണ വേഗത വളരെ കൂടിയ ഒരു സ്റ്റാർ ആണിത്. ബീറ്റയെ അൽഷെയിൻ എന്ന് വിളിക്കുന്നു. 45 പ്രകാശവർഷം അകലെയുള്ള ട്രിപ്പിൾ സ്റ്റാർ ആണിത്. ഗാമ അക്വിലെ താരസിഡ് എന്നും അറിയപ്പെടും. 395 പ്രകാശവർഷം അകലെയുള്ള ഇതാണ് തിരുവോണത്തിലെ മൂന്നാമൻ. തെളിഞ്ഞ രാത്രിയിൽ മകരരാശിയുള്ള ആകാശഭാഗത്തെ ഗരുഡൻ രൂപം നോക്കി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക. അവിട്ടം നക്ഷത്രത്തെ പരിചയപ്പെടാം. ഒരു ഡോൾഫിന്റെ രൂപവിന്യാസമുള്ള ഡെൽഫിനസ് നക്ഷത്രസമൂഹത്തിൽപ്പെട്ട 4 നക്ഷത്രങ്ങളാണ് അവിട്ടം. ഒന്നാമനെ ആൽഫ ഡെൽഫിനി അഥവാ സോലോസിൻ എന്ന് വിളിക്കുന്നു. 254 പ്രകാശവർഷം അകലെയാണുള്ളത്. റോട്ടനേവ് എന്ന ബീറ്റ ഡെൽഫിനി ആണ് രണ്ടാമൻ.
101 പ്രകാശവർഷം അകലെ. മൂന്നാമൻ ഗാമ ഡെൽഫിനി 126 പ്രകാശവർഷം അകലെ. നാലാമൻ ഡെൽറ്റ ഡെൽഫിനി 224 പ്രകാശവർഷം അകലെ. തെളിഞ്ഞ രാത്രി ആകാശത്തു നോക്കി ഡോൾഫിൻ രൂപത്തിന്റെ തലഭാഗം രൂപപ്പെടുന്ന ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക. ചതയം നക്ഷത്രത്തെ പരിചയപ്പെടാം. വെള്ളം നിറച്ച കുടമേന്തി നിൽക്കുന്ന ഒരാളിന്റെ രൂപമുള്ള നക്ഷത്രസമൂഹത്തെ പാശ്ചാത്യർ അക്വാറിസ് എന്നും നാം കുംഭം രാശിയെന്നും വിളിക്കുന്നു. ഇതിൽപ്പെട്ട ഗാമ അക്വാറി അഥവാ സദാചാബ്യ എന്ന നക്ഷത്രമാണ് നമ്മുടെ ചതയം. നല്ല ദീപ്തിയുള്ള ഈ ബൈനറി നക്ഷത്രം 164 പ്രകാശവർഷം അകലെയാണുള്ളത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി കുംഭരാശിയിൽ ഇതിനെ കാണാൻ ശ്രമിക്കുക. പൂരുരുട്ടാതി നക്ഷത്രത്തെ പരിചയപ്പെടാം. ചിറകുള്ള കുതിരയുടെ രൂപവിന്യാസമുള്ള നക്ഷത്രരാശിയെ നാം ഭാദ്രപദം എന്നും പാശ്ചാത്യർ പെഗാസസ് എന്നും വിളിക്കുന്നു. ഇതിൽപ്പെട്ട 2 നക്ഷത്രങ്ങൾ ചേർന്നതാണ് നമ്മുടെ പൂരുരുട്ടാതി. ഒന്നാമനെ ആൽഫ പെഗാസി എന്ന് വിളിക്കുന്നു. 133 പ്രകാശവർഷം അകലെ. രണ്ടാമനെ ബീറ്റ പെഗാസി എന്ന് വിളിക്കുന്നു. ചുവന്ന ഭീമാകാരനായ ഈ നക്ഷത്രം 196 പ്രകാശവർഷം അകലെയാണ്. തെളിഞ്ഞ രാത്രികാല ആകാശത്തിൽ പെഗാസസ് ചതുരം കണ്ടെത്തി അതിൽ ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്രട്ടാതി നക്ഷത്രത്തെ പരിചയപ്പെടാം. നമ്മുടെ മീനം രാശിയിൽ കാണപ്പെടുന്ന 2 നക്ഷത്രങ്ങളെയാണ് ഉത്രട്ടാതി എന്ന് വിളിക്കുന്നത്. പാശ്ചാത്യ രീതി പ്രകാരം ഇത് പെഗാസസ് നക്ഷത്രഗണത്തിലെ ഒന്നും തൊട്ടടുത്ത ആൻഡ്രോമെഡ നക്ഷത്രഗണത്തിലെ മറ്റൊന്നും ചേർന്നതാണ്. അൽഗനിബ് എന്നും വിളിപ്പേരുള്ള ഗാമ പെഗാസി 391 പ്രകാശവർഷം അകലെയാണുള്ളത്. ആൽഫ ആൻഡ്രോമീഡ എന്ന അൽഫറാഡ്സ് 97 പ്രകാശവർഷം അകലെയാണുള്ളത്. തെളിഞ്ഞ രാത്രികാല ആകാശത്തു നോക്കി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക. രേവതി നക്ഷത്രത്തെ പരിചയപ്പെടാം. മീനം രാശിയെ പാശ്ചാത്യർ പിസെസ് എന്ന് വിളിക്കുന്നു. ഇതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നമ്മുടെ രേവതി. ജോഡികളായ 2 മീനുകളുടെ രൂപവിന്യാസമുള്ള ഈ ഗണത്തിൽ സീറ്റ പൈസി എന്ന നക്ഷത്രമാണ് രേവതി. 174 പ്രകാശവർഷം അകലെയാണുള്ളതു. തെളിഞ്ഞ രാത്രികാല ആകാശത്തു ആൻഡ്രോമെഡ കൂട്ടത്തിനടുത്തായി ഇവയെ കണ്ടെത്താൻ ശ്രമിക്കുക.